ഇറാനെതിരെ കരയുദ്ധത്തിനൊരുങ്ങുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രാത്രിയിൽ വലിയ തിരിച്ചടിയാണ് ഇറാനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയുടെ പ്രത്യേക സേനയാണ് കഴിഞ്ഞ ദിവസം കുവൈത്തിലുള്ള ബൂബിയാൻ ഐലാൻഡ് എന്നറിയപ്പെടുന്ന ഈ ദ്വീപിൽ കരയുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് അതിശക്തമായ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഈ ആക്രമണത്തെക്കുറിച്ചുള്ള വ്യക്തമായ വിവരണമാണ് ഇപ്പോൾ ഇറാൻ മിലിറ്ററി സ്പോക്സ്മാൻ പറഞ്ഞിരിക്കുന്നത്. ഈ വീഡിയോയിൽ വ്യക്തമായി കാര്യങ്ങൾ വിശദീകരിക്കുന്നു. യഥാർത്ഥത്തിൽ അമേരിക്കൻ സൈന്യം ഇറാനെതിരെ കരയാക്രമണം കുവൈത്ത് ഒരു അറബ് രാഷ്ട്രത്തിൽ വെച്ചായിരിക്കും അത്തരം ഒരു നീക്കം ഉണ്ടാവുക എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് കുവൈത്തിൽ നിന്ന് ആണ് എന്നാണ് ഇപ്പോൾ ബോധ്യപ്പെടുന്നത്. കാരണം കുവൈത്തിന്റെ ഒരു ദ്വീപാണ് ബൂബിയാൻ ദ്വീപ് എന്നറിയപ്പെടുന്നത്. ഇവിടെയാണ് വളരെ എളുപ്പത്തിൽ ഇറാനിലേക്ക് കടക്കാൻ സാധിക്കുക. കാരണം ഇറാൻ നമുക്കറിയാൻ സാധിക്കും, ഇതാണ് കുവൈത്തിന്റെ ബോർഡർ. ഇവിടെ നമുക്ക് അത് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് മനസ്സിലാക്കിയാൽ വ്യക്തമായി കാണാൻ സാധിക്കും. ഇത് കുവൈത്തിന്റെ ബോർഡറാണ്. അതേസമയം ഇത് ഇറാഖാണ്. ഇറാഖും ഇറാനും തമ്മിലുള്ള ബോർഡറാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഇറാഖിന്റെ ഭാഗമാണ്, എന്നാൽ ഇത് ഇറാന്, അതേസമയത്ത് കുവൈത്ത്. ഇത് രണ്ടും തമ്മിൽ വളരെ അടുത്താണ്. കൂടുതൽ ദൂരം ഇല്ലാത്തത് കൊണ്ട് തന്നെ കരയുദ്ധം നടത്താൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാനിലേക്ക് ഒരു നീക്കം നടത്താൻ ഏറ്റവും ഉചിതമായ ഒരു സ്ഥലം കുവൈത്തിലെ ബൂബിയാൻ ദ്വീപാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏകദേശം 30 കിലോമീറ്റർ താഴെ മാത്രമാണ് ഈ കുവൈത്തിന്റെ ദ്വീപിൽ നിന്നും ഇറാനിലേക്കുള്ളത്. എന്നാൽ നമുക്കറിയാം, അമേരിക്ക ഇപ്പോൾ പറയുന്ന ഖർഗ് ദ്വീപ് ഐലാൻഡ് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലച്ചോറ് എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക സോഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖർഗ് എന്നറിയപ്പെടുന്ന ദ്വീപ്. ഈ ദ്വീപിലേക്ക് ആക്രമണം നടത്താനും ഒരുപക്ഷെ കുവൈത്തിന്റെ ഭാഗങ്ങൾ ഉപയോഗിക്കുകയാണ് ഏറ്റവും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എളുപ്പവഴി. എന്നാൽ അത്തരം ഒരു നീക്കം നടത്താൻ അമേരിക്കൻ സേന തയ്യാറെടുക്കുമ്പോൾ തന്നെ ഒരു ശക്തമായ മുൻകൂർ ആക്രമണമാണ് ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടിയാണ്. ഇറാൻ പറയുന്നതനുസരിച്ച് ധാരാളം അമേരിക്കയുടെ സൈനികർ കൊല ചെയ്യപ്പെടുകയും ധാരാളം പേർക്ക് അതിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നാലും കന്നിയിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടിയാണ് അമേരിക്കക്ക് ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയുടെ 10,000-ത്തിലധികം വരുന്ന സൈനികർ കരയുദ്ധത്തിന് വേണ്ടി തയ്യാറായി മിഡിൽ ഈസ്റ്റിൽ എത്തിയിട്ടുണ്ട് എന്ന വാർത്ത വന്നിരുന്നു. എന്നാൽ ഇറാൻ ഇപ്പോൾ പറയുന്നത് അമേരിക്കയുടെ എല്ലാ സൈനികരെയും മുസ്ലിം കൺട്രികളിൽ നിന്ന് ഞങ്ങൾ ഇതോടുകൂടെ നിഷ്കാഷണം ചെയ്യും, അവരെയെല്ലാം പുറത്താക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതുപോലെ കുവൈത്തിലും ബഹ്റൈനിലുമെല്ലാമുള്ള അമേരിക്കയുടെ സൈനികരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം ഇപ്പോഴും ഇറാൻ നടത്തുകയാണ്. അതേസമയത്ത് ഇറാൻ പറയുന്നത് അമേരിക്കയുടെ സൈന്യം അമേരിക്കയുടെ ബേസുകളിൽ നിന്നെല്ലാം ഇറാന്റെ മിസൈൽ ആക്രമണം ഭയന്നുകൊണ്ട് ഹോട്ടലുകളിലും പാർക്കുകളിലും വസിക്കുകയാണ്. അവരെ ഞങ്ങൾ പിന്തുടർന്ന് ആക്രമിക്കുക തന്നെ ചെയ്യുമെന്നാണ്.